السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സ്ത്രീകൾ അവരുടെ ആദരണീയമായ തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. തഅദീലിൻ നിസാഇ ബഅദിഹിന്ന ബഅദൻ, അതായത് ഒരാൾ മറ്റൊരാൾക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ എപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയ്ക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്നുവോ അദ്ദേഹം നറുക്കെടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ ഇടയിൽ ആരെയാണ് കൂടെ കൊണ്ടുപോകുന്നത് എന്ന് തീരുമാനിക്കാൻ. ആരുടെ പേരിലാണ് കുറി വീഴുന്നത് അവരെയായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഒരിക്കൽ ഒരു ഖസ്വ അല്ലെങ്കിൽ യുദ്ധത്തിൽ അദ്ദേഹം നറുക്കെടുത്തു, എൻ്റെ പേരിലാണ് നറുക്ക് വീണത്. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം യാത്ര തിരിച്ചു. അത് പർദ്ദയുടെ നിയമം അല്ലെങ്കിൽ ഹിജാബിൻ്റെ നിയമം വന്നതിന് ശേഷമായിരുന്നു, സ്ത്രീകൾ പൂർണ്ണമായും മൂടുക എന്നുള്ള നിയമം. എന്നെ ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത്, അതിൻ്റെ മുകളിലൊരു ചെറിയ കെട്ടിടം പോലെയുള്ളൊരു സാധനം, അതിനെ ഹൗദജ് എന്നാണ് പറയുന്നത്, ഇവിടെ ഹൗഡ എന്ന് പറയും. ഒട്ടകത്തിൻ്റെ ആനയുടെ മുകളിലൊക്കെ വയ്ക്കുന്ന ചെറിയ ഒരു വീട് പോലത്തെ സാധനം, അതിൽ തന്നെ ഇരുന്നുകൊണ്ട് താഴെ ഇറങ്ങാറും ഉണ്ടായിരുന്നു. ചിലപ്പോൾ മൊത്തം പെട്ടി പോലുള്ള സാധനം താഴെ ഇറക്കി വയ്ക്കുന്നതിനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തിയപ്പോൾ അവർ മദീന പട്ടണത്തിനെ സമീപിച്ചു. ഞങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ യാത്ര തുടരാൻ ഉത്തരവിട്ടു. അങ്ങനെ യാത്രയ്ക്കുള്ള ഉത്തരവ് വന്നപ്പോൾ ഞാൻ കുറച്ച് പുറകിലായിട്ട് നടന്നു. അതായത് പട്ടാളം മുഴുവൻ ഇങ്ങനെ അങ്ങ് പോയി, ഞാൻ കുറച്ച് പുറകിലായിട്ട് മാറി. അതായത് ആർമി പട്ടാളത്തിൻ്റെ ക്യാമ്പുകളുടെ കുറച്ച് ദൂരേക്ക് മാറി മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ക്യാമ്പിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ടു എൻ്റെ കഴുത്തിൽ കിടന്ന നെക്ലേസ് കാണാനില്ല. ഞാനപ്പോൾ തിരിച്ചു പോയി അവിടെയൊക്കെ നോക്കി അതിനെ. അതുകൊണ്ട് കുറച്ച് സമയം പോയി. എന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റിക്കൊണ്ട് പോകാൻ സഹായിച്ചിരുന്ന ആളുകൾ ആ ഹൗദജുമായിട്ട് വന്നിട്ട് അത് ഒട്ടകത്തിൻ്റെ പുറത്ത് സെറ്റ് ചെയ്തു. അതിൽ ഞാനുണ്ട് എന്ന് കരുതി അവരതൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോയി. കാരണം അവരാരും കാണാറില്ലായിരുന്നു. താഴെ ഇറക്കി വയ്ക്കുക, അവർ മാറി നിൽക്കുമ്പോഴായിരിക്കും ആയിഷ റളിയല്ലാഹു അൻഹ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. സ്ത്രീകൾക്ക് വലിയ വെയിറ്റൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. ഞാൻ വളരെ മെലിഞ്ഞ നീണ്ട സ്ത്രീയായിരുന്നു. ഞാൻ അധികം ആഹാരം കഴിക്കാറില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഹൗദജിൻ്റെ കനം കൊണ്ട് തന്നെ അതിലാളുണ്ട് എന്ന് അവരങ്ങ് ഊഹിച്ചു. അവരൊട്ടകത്തിൻ്റെ പുറത്ത് അതിനെ കയറ്റി വെച്ചു. ആ സമയത്ത് ഞാൻ 15 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള ഒരു ചെറിയ സ്ത്രീ ആയിരുന്നു, അല്ലെങ്കിൽ പെൺകുട്ടി ആയിരുന്നു. അവർ ഒട്ടകവുമായി യാത്ര തുടർന്നു. പട്ടാളമെല്ലാം പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ നെക്ലേസ് കിട്ടി. ഞാൻ ക്യാമ്പിലേക്ക് വന്നപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയി. എന്നെ കാണാനില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവർ തിരിച്ച് എന്നെ അന്വേഷിച്ചു വരും എന്ന് വിചാരിച്ചുകൊണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഞാൻ ഉറങ്ങുകയും ചെയ്തു. സഫ്വാനുബിന് മുഅത്തൽ അസ്സുലമി അദ്ദഖ്വാനി പട്ടാളത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളായിരുന്നു. അപ്പോൾ രാവിലെ അവിടെ എല്ലാ സ്ഥലത്തേക്കിടെ ഇങ്ങനെ അന്വേഷിച്ച് പോകുന്ന പോലെ ഒരു പട്രോളിംഗ് പോലെ ആൾ വന്നപ്പോൾ ഈ ടെൻറ്റിൽ ഞാൻ കിടക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. പർദ്ദ ഇടുന്നതിന് മുമ്പാണ് അദ്ദേഹം എന്നെ കണ്ടത്. അപ്പോൾ ഉറക്കത്തിൽ ചിലപ്പോൾ പർദ്ദ ഊരി വെച്ചിട്ടോ എല്ലൊക്കെ ആയിരിക്കും. ഞാൻ എഴുന്നേറ്റു. അവൻ പറയുന്നത് ഞാൻ കേട്ടു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും അള്ളാഹുവിൻ്റേതാണ് നമ്മളെല്ലാവരും, അവനിലേക്കാവുന്നു നമ്മുടെ മടക്കവും. 2-ാമത്തെ സൂറത്ത് 156-ാമത്തെ ആയത്ത്. അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിനെ മുട്ടുകുത്തിച്ചു. ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം ഒട്ടകത്തിൻ്റെ മുൻകാലുകളിൽ ചവിട്ടി ഞാൻ മുകളിലേക്ക് കയറി. എന്നിട്ട് യാത്ര തുടർന്നു. സഫ്വാൻ നടക്കാൻ തുടങ്ങി. കയറിൽ പിടിച്ചുകൊണ്ട് ഒട്ടകത്തിന് മുമ്പിലാണ് നടന്നത്. ഞങ്ങൾ ആർമി അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ അടുത്ത് എത്തിയതുവരെ അവർ നട്ടുച്ചയ്ക്ക് വിശ്രമത്തിന് വേണ്ടി അവിടെ നിന്നതായിരുന്നു. അപ്പോൾ നട്ടുച്ചയ്ക്കൊന്നും മരുഭൂമിയിൽ ഇവർ യാത്ര ചെയ്യാറില്ല. ഉച്ചയ്ക്ക് 10-11-12 മണിക്ക് ആകുമ്പോഴത്തേക്ക് നിർത്തിയിട്ട് പിന്നെ വൈകുന്നേരം അസ്റൊക്കെ കഴിഞ്ഞിട്ട് വെയിലാറി കഴിയുമ്പോഴാണ് വീണ്ടും യാത്ര തുടരുക. അപ്പോൾ അന്നേരം അവർ ടെൻ്റ് അടിച്ച് തണലിൽ ഒതുങ്ങി കിടക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ അങ്ങോട്ട് ചെന്നു. ആരൊക്കെ നാശത്തിലേക്ക് ആയിരുന്നുവോ അല്ലെങ്കിൽ വിധിച്ചിരുന്നുവോ അവർ നാശത്തിലേക്ക് വീണു. അതായത് കുറച്ച് ആളുകൾ എന്നെ തെറ്റായി കുറ്റം ആരോപിച്ചു. വ്യഭിചാരക്കുറ്റമാണ് ആരോപിച്ചത്. അതിൽ നേതാവ്, വ്യഭിചാരക്കുറ്റം ആരോപിച്ചവരെ നേതാവ് എന്ന് പറയുന്നത് അബ്ദുല്ലാഹിബ്ന് ഉബയ്യ് സലൂൽ ആയിരുന്നു. ഞങ്ങൾ മദീനയിലേക്ക് തിരിച്ചു വന്നു. ഞാൻ രോഗിയായി 1 മാസത്തോളം. ആളുകൾ ഈ വാർത്ത പടർത്തുകയായിരുന്നു. അതിന് ഇനി കൂടുതൽ കഥകളൊക്കെ കൂട്ടിച്ചേർത്ത് കള്ളസാക്ഷി അല്ലെങ്കിൽ കള്ളക്കഥകൾ ഉണ്ടാക്കുന്നവർ അതിന് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് അതിങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ രോഗിയായിരുന്നപ്പോൾ എനിക്ക് തോന്നി സാധാരണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടുന്ന സ്നേഹോ ദയയോ ഒന്നും എനിക്ക് കിട്ടുന്നില്ല എന്ന്.
ഇതിനു മുമ്പ് രോഗിയായിരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന അത്ര പരിഗണന കിട്ടുന്നില്ല എന്ന്. അദ്ദേഹം വരുമായിരുന്നു, എന്നെ സലാം പറയുമായിരുന്നു, ആ കുട്ടി എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ആ സ്ത്രീ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര രോഗിയായിരുന്നുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല, ഈ സംഭവം എന്താണ് നടക്കുന്നത് എന്നൊന്നും. എനിക്ക് പൂർണ്ണമായിട്ടും രോഗം മാറി ബോധമൊക്കെ നല്ല നിലയിലായപ്പോൾ ഉമ്മു മിസ്താഹിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ ഉമ്മു മിസ്താഹിൻ്റെ കൂടെ മനാസിയിലേക്ക് പോയി. അതായത് അവർ മലമൂത്ര വിസർജനം ചെയ്യുന്നൊരു സ്ഥലം. ഞങ്ങൾ സാധാരണ രാത്രിയിലേക്ക് മാത്രം, അതായത് ഇശ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ രാത്രി ആയതിനു ശേഷം മുതൽ നേരം വെളുക്കുന്നത് വരെയുള്ള സമയത്തായിരുന്നു സ്ത്രീകൾ മലമൂത്ര വിസർജനത്തിന് പോയിരുന്നത്. അതൊക്കെ നമുക്ക് കക്കൂസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ മറച്ചു കെട്ടിയ മുറി ഉണ്ടാക്കുന്നതിന് മുമ്പായിരുന്നു. അവരുടെ വീടിൻ്റെ അടുത്ത് പിന്നീട് അതുണ്ടായി. ഈ ഞങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന പഴയ അറബികളുടെ സ്വഭാവമായിരുന്നു. അതായത് തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യുക. പക്ഷേ വീടുകളിൽ നിന്ന് കുറച്ച് ദൂരേക്കായിരിക്കും, ആരും കാണാത്തത്ര ദൂരത്തിലേക്ക് പോയി, സ്ത്രീകൾ പ്രത്യേകിച്ചും രാത്രിയിലും. അങ്ങനെ ഞാനും ഉമ്മു മിസ്താഹ് ബിൻ റുഹ്മും നടന്നുപോയി. ഉമ്മു മിസ്താഹ് നീണ്ട തുണിയായിരുന്നു ഇട്ടിരുന്നത്, അതിൽ തട്ടി വീണു. അപ്പോൾ അവർ പറഞ്ഞു, മിസ്താഹ് നശിച്ചു പോട്ടെ. ചിലപ്പോൾ അവരുടെ സ്വന്തം മകനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് നീ ഇത്ര ചീത്ത വാക്ക് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പ്രാകുന്നത് അല്ലെങ്കിൽ ശപിക്കുന്നത്, എന്തിനാണ് ബദറിൽ പങ്കെടുത്ത ഒരു മനുഷ്യനെ നീ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഓ ഹന്ത, അതായത് നീ എടി എന്നൊക്കെ പറയുന്ന പോലെ, നിനക്കറിയോ അവരെന്താ പറഞ്ഞതെന്ന്? എന്നിട്ട് അവർ പുറത്ത് നടക്കുന്ന പിറുപിറുക്കലും കുശുകുശുക്കലും കഥകളും കള്ളസാക്ഷിത്വം ഒക്കെ പറഞ്ഞു തന്നു. എൻ്റെ രോഗം കൂടുതലായി. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തേക്ക് വന്നു, എന്നോട് സലാം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ആ കുട്ടി എങ്ങനെയുണ്ട്? ഞാൻ അദ്ദേഹത്തിനോട് എൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകാൻ അനുവാദം ചോദിച്ചു. എനിക്ക് ഈ വാർത്ത ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പിക്കണമായിരുന്നു, അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ പോയി അവരുടെ അടുത്ത് പോയി ചോദിക്കാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അനുവദിച്ചു. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയി ഉമ്മ അടുത്ത് ചോദിച്ചു, ആളുകൾ എന്താണ് പറയുന്നത്? അവർ പറഞ്ഞു, എൻ്റെ മോളെ, ആ കാര്യത്തിൽ നീ വിഷമിക്കൊന്നും വേണ്ട. അള്ളാഹുവാണേ ഒരു ഭർത്താവിനാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന സുന്ദരിയായ ഒരു സ്ത്രീയാകുന്നു നീ മറ്റു ഭാര്യമാരെക്കാൾ. പക്ഷെ സ്ത്രീകൾ നുണകളും കള്ളക്കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കും അവളെപ്പറ്റി. അപ്പം ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിച്ചു. ആളുകൾ ശരിക്കും ഈ കാര്യമാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ആ രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല രാവിലെ വരെ. റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു, രാവിലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബിനെയും ഉസാമ ബിൻ സെയ്ദിനെയും വിളിപ്പിച്ചു. വഹി വരാൻ താമസിച്ചു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയില്ല. അതുകൊണ്ട് ആളുകളോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് ചോദിച്ചു, ഭാര്യയെ വിവാഹമോചനം ചെയ്യുന്നതിനെ പറ്റി, അതായത് ആയിഷയെ ഒഴിവാക്കുന്നത്. ഉസാമ ബിൻ സെയ്ദ് പറഞ്ഞു, ഞാൻ അവരുടെ മഹത്വം അല്ലെങ്കിൽ ഗുണഗണങ്ങളെ പറ്റി നന്നായി അറിയുന്നു, നിങ്ങളുടെ എല്ലാ ഭാര്യമാരെ പറ്റിയും. അപ്പോൾ എല്ലാ ഭാര്യമാരും നല്ലതാണ് എന്ന് അവർ പറയുന്നു. കൂട്ടിച്ചേർത്തു, അല്ലെ അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കളുടെ ഭാര്യയെ താങ്കൾ കൂടെ നിർത്തുക. അള്ളാഹുവാണേ അവരെ പറ്റി നല്ലതല്ലാത്തതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അലി ബിൻ അബി ത്വാലിബ് പറഞ്ഞു, അല്ലെ അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു നിങ്ങളുടെ മേലിൽ വിധികളൊന്നും ഇറക്കിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നിയമങ്ങളൊന്നും വെച്ചിട്ടില്ലല്ലോ. ഇവിടെ ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ അവരില്ലാതെ. എന്നാലും അടിമ സ്ത്രീയോട് ഇതിനെപ്പറ്റി ചോദിച്ചുകൂടെ, അവർ സത്യം പറയില്ലേ? അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീറയെ വിളിച്ചു. അല്ലയോ ബരീറ, അവളെപ്പറ്റി എന്തെങ്കിലും സംശയം തോന്നുന്ന കാര്യങ്ങൾ നീ എപ്പോഴെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? ബരീറ പറഞ്ഞു, ഇല്ല. അള്ളാഹുവാണേ ആരാണോ സത്യത്തെ അയച്ചത്, അതായത് റസൂലിനെയും ഖുർആനെയും ഇസ്ലാമിനെയും ഭൂമിയിലേക്ക് അയച്ച അള്ളാഹുവാണേ, അങ്ങനൊരു സംഭവം ഇല്ല. ഞാൻ ഒരിക്കലും അവളെ തെറ്റായ ഒരു രീതിയിലും കണ്ടിട്ടില്ല, ഈ ഒരു കാര്യം ഒഴികെ. പ്രായം അധികമാവാത്ത അല്ലെങ്കിൽ കുട്ടിത്തം വിട്ടു മാറാത്ത ഒരു പെൺകുട്ടിയാണ് അവൾ. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ അവൾ കിടന്ന് ഉറങ്ങാറുണ്ട്. അവിടെ ഉള്ള ആഹാര സാധനങ്ങൾ, അന്നത്തെ പൊടിയോ മൈദയോ അതുപോലത്തെ എന്തോ ഒരു സാധനം, അത് അന്യ വീട്ടുകാരുടെ ആടുകൾ വന്ന് തിന്നിട്ട് പോകുമായിരുന്നു. വീടിന് വാതിലൊന്നുമില്ല, അകത്ത് ഒരു പാത്രത്തിലിരിക്കുന്നതൊക്കെ തിന്നിട്ട് പോകും. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ അറിയാതെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഈ ഒരു തെറ്റല്ലാതെ ഭർത്താവിൻ്റെ മുതൽ സൂക്ഷിച്ചില്ല എന്നുള്ള വേണമെങ്കിൽ ഒരു കുറ്റം ആരോപിക്കാം. ആ ഒരു കുറ്റമല്ലാതെ അവരെ പറ്റി എനിക്ക് യാതൊരു കുറ്റവും അറിയില്ല. ആ ദിവസം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിലേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കൂ, അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂലിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ ആര് സഹായിക്കും ആ മനുഷ്യനെ, അതായത് അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂലിനെ ശിക്ഷിക്കുന്നതിൽ? അവൻ എന്നെയും എൻ്റെ കുടുംബത്തെയും
അപമാനപ്പെടുത്തിയിരിക്കുന്നു. അപകീർത്തിപരമായ പരാമർശങ്ങളിലൂടെ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ നാണം കെടുത്തിയിരിക്കുന്നു. അള്ളാഹുവാണേ എൻ്റെ കുടുംബത്തെപ്പറ്റി അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെപ്പറ്റി എനിക്ക് നല്ലതല്ലാത്തതൊന്നും അറിയില്ല. എന്നിട്ടും അവരെ ചീത്തക്കുറ്റം ആരോപിച്ചിരിക്കുന്നു. എനിക്ക് നല്ലതല്ലാത്തതൊന്നും അറിയില്ല. അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചിട്ടേ ഇല്ല ഞാനില്ലാത്തപ്പോൾ. സഅദ് ബിൻ മുആദ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവാണേ ഞാൻ താങ്കളെ ഇതിൽ നിന്നും സ്വതന്ത്രമാക്കാം. അയാൾ ഔസ് ഗോത്രത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഞങ്ങൾ അവൻ്റെ തല വെട്ടിക്കളയാം. അവൻ ഞങ്ങളുടെ സഹോദരനിൽ നിന്നുള്ളതാണെങ്കിൽ, അതായത് ഖസ്റജിൽ നിന്നുള്ളതാണെങ്കിൽ താങ്കൾ ഉത്തരവിടൂ, താങ്കളുടെ ഉത്തരവ് ഞങ്ങൾ നിറവേറ്റിത്തരാം. സഅദ് ബിൻ ഉബാദ അപ്പോൾ എഴുന്നേറ്റ് നിന്നു. ഖസ്റജിൻ്റെ ചീഫായിരുന്നു, മെയിൻ ആൾ. ഈ സംഭവത്തിന് മുമ്പ് അതായത് അതുവരെ അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഗോത്രത്തിൻ്റെ സമുദായത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ സ്വന്തം കൂട്ടത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് മുഖവിലക്കെടുത്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവാണേ നിനക്ക് അവനെ കൊല്ലാൻ കഴിയില്ല, നീ നുണ പറഞ്ഞിരിക്കുന്നു, നിനക്കൊരിക്കലും അവനെ കൊല്ലാൻ കഴിയില്ല. അത് കേട്ടപ്പോൾ ഉസൈദ് ബിൻ അൽ ഹുദൈർ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു സഅദ് ബിൻ ഉബാദയോട്, അള്ളാഹുവാണേ നീ നുണയനാണ്, അള്ളാഹുവാണേ അവനെ ഞങ്ങൾ കൊല്ലും, നീ മുനാഫിക്കാണ്, കപടവിശ്വാസിയാണ്. അത്ര ആയപ്പോഴത്തേക്കും രണ്ട് ഗോത്രങ്ങളും പ്രശ്നമായി, ചൂടായി. ഔസും ഖസ്റജും അവർ തമ്മിൽ യുദ്ധം ചെയ്യാൻ ഏകദേശം റെഡിയായി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹം താഴേക്ക് ഇറങ്ങി അവരെ സമാധാനിപ്പിച്ചു, അവർ ശാന്തമാവുന്നത് വരെ. എന്നിട്ട് അദ്ദേഹം ശാന്തനായി. ആയിഷ റളിയല്ലാഹു അൻഹ തുടർന്നു, ആ ദിവസം ഞാൻ ഒരുപാട് കരഞ്ഞു. അന്ന് എൻ്റെ കണ്ണീര് തോരുന്നുണ്ടായിരുന്നില്ല, എനിക്ക് ഉറക്കവും ഇല്ലായിരുന്നു. രാവിലെ എൻ്റെ മാതാപിതാക്കൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ 2 രാത്രിയും 1 ദിവസവും തുടർച്ചയായി കരഞ്ഞു കഴിഞ്ഞിരുന്നു. എനിക്ക് തോന്നി എൻ്റെ കരച്ചിൽ കൂടി എൻ്റെ കരൾ പൊട്ടിപ്പോകുമോ എന്ന് തോന്നി. അവർ എന്നോടൊപ്പം ഇരിക്കുകയായിരുന്നു, ഞാൻ കരയുകയായിരുന്നു. ഒരു അൻസാരി സ്ത്രീ അകത്തേക്ക് വരാൻ അനുവാദം ചോദിച്ചു. ഞാൻ അവർക്ക് അകത്തേക്ക് വരാൻ അനുവാദം കൊടുത്തു. അവരും അവിടെ വന്ന് ഇരുന്ന് എന്നോടൊപ്പം കരയാൻ തുടങ്ങി. ഞങ്ങൾ ആ അവസ്ഥയിലായിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വന്നു, അവിടെ ഇരുന്നു. ഈ കള്ളക്കഥകൾ തുടങ്ങിയതിന് ശേഷം അദ്ദേഹം എൻ്റെ അടുത്ത് ഒരിക്കലും ഇരുന്നിട്ടില്ലായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് അവിടെ വന്ന് ഇരുന്നത്. എൻ്റെ കാര്യത്തെ സംബന്ധിച്ച് 1 മാസത്തേക്ക് ഒരു വഹ്യും വന്നില്ല. അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി, കലിമ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു. എന്നിട്ട് പറഞ്ഞു, ആയിഷ, നിന്നെപ്പറ്റി ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. നീ ഇതിൽ തെറ്റുകാരിയല്ലെങ്കിൽ അള്ളാഹു നിൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തും. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പശ്ചാത്തപിക്കുക അള്ളാഹുവിനോട്, അവനോട് പൊറുക്കലിനെയും തേടുക. കാരണം ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുമ്പോൾ, അവൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുമ്പോൾ, എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചാൽ അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് തീർന്നപ്പോൾ എൻ്റെ കണ്ണുനീര് നിന്നു. അതിനുശേഷം ഒരു തുള്ളി കണ്ണീര് പോലും വന്നിട്ടില്ല. ഞാൻ എൻ്റെ പിതാവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് പകരമായി സംസാരിക്കാൻ പറഞ്ഞു. എൻ്റെ പിതാവ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കൂ. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് പറയണമെന്ന് അള്ളാഹുവാണ് എനിക്കറിയില്ല. ഞാൻ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു, എനിക്ക് ഖുർആനെ പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, അള്ളാഹുവാണേ, നിങ്ങളെല്ലാവരും ആളുകൾ പറയുന്നത് കേട്ട് അത് വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ അത് മുളച്ചിരിക്കുന്നു. നിങ്ങൾ അതിനെ സത്യമായി എടുത്തിരിക്കുന്നു. അള്ളാഹുവിനറിയാം ഞാൻ നിഷ്കളങ്കയാണെന്ന്. നിങ്ങൾ പക്ഷേ അത് വിശ്വസിക്കുകയില്ല. ഇനി തെറ്റായ രീതിയിൽ സാക്ഷി പറഞ്ഞാൽ, അതായത് കള്ളസാക്ഷി, ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ, എന്നാലും അള്ളാഹുവിനറിയാം ഞാൻ നിഷ്കളങ്കയാണ് എന്ന്. നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും ചെയ്യും. അള്ളാഹുവാണേ, എനിക്ക് ഒരു ഉദാഹരണം കിട്ടുന്നേ ഇല്ല, യൂസുഫിൻ്റെ ഉദാഹരണം ഒഴികെ. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും, അതായത് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെയും യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെയും കഥയാണ്. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് നല്ലത് ക്ഷമയാകുന്നു. അള്ളാഹുവിനോട് മാത്രമാകുന്നു എനിക്ക് സഹായം ചോദിക്കാൻ പറ്റുക. ആ നുണയ്ക്ക് എതിരെ, നിങ്ങളെല്ലാവരും പറയുന്ന നുണയ്ക്കെതിരെ. 12-ാമത്തെ സൂറത്ത് 18-ാമത്തെ ആയത്ത്. എന്നിട്ട് ഞാൻ ബെഡിൻ്റെ മറ്റു വശത്തേക്ക് തിരിഞ്ഞിരുന്നു, അള്ളാഹു എൻ്റെ നിഷ്കളങ്കത്വം തെളിയിക്കും എന്ന് വിചാരിച്ചുകൊണ്ട്.
അള്ളാഹു ആണേ, അള്ളാഹു ഒരു വഹിയ ഇറക്കും എനിക്ക് വേണ്ടി എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം ഞാൻ എന്നെ വളരെ നിസ്സാരയായിട്ടാണ് കണ്ടിരുന്നത്. ഖുർആനിൽ പരാമർശിക്കപ്പെടാൻ മാത്രം ഒന്നും ഉള്ള ആളല്ല ഞാൻ എന്ന് എന്നെപ്പറ്റി കരുതിയിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വപ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്ന് ഞാൻ ആശ്വസിച്ചു. അള്ളാഹു ആണേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എഴുന്നേറ്റില്ല. ആരും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയില്ല. അതിനു മുമ്പേ വഹിയ അഥവാ ദൈവിക സന്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വന്നു. അദ്ദേഹത്തിനെ ആ അവസ്ഥ കീഴ്പ്പെടുത്തി. അതായത് വഹി വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെയുള്ള ഒരു അവസ്ഥ, ആ അവസ്ഥയിലേക്ക് അദ്ദേഹം പോയി. അദ്ദേഹം ഭയങ്കരമായി വിയർക്കുന്നുണ്ടായിരുന്നു. മുത്തുകളെ പോലെ വിയർപ്പ് തുള്ളികൾ വീഴുന്നുണ്ടായിരുന്നു താഴേക്ക്. അത് വളരെ തണുപ്പുള്ള മഞ്ഞുകാലം അല്ലെങ്കിൽ തണുപ്പ് കാലം ആയിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസ്ഥ കഴിഞ്ഞപ്പോൾ, അതായത് വഹി വന്ന് തീർന്നപ്പോൾ അദ്ദേഹം ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യ വചനങ്ങൾ എന്ന് പറയുന്നത്, ആയിഷ, അള്ളാഹുവിനോട് നന്ദി പറയുക, കാരണം അള്ളാഹു നിൻ്റെ നിഷ്കളങ്കത വ്യക്തമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലാൻ. ഞാൻ മറുപടി പറഞ്ഞു, അള്ളാഹു ആണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയില്ല, ഞാൻ നന്ദിയും കാണിക്കുകയില്ല അള്ളാഹുവിനൊഴികെ. അപ്പോൾ അള്ളാഹു വഹിയ ഇറക്കി. തീർച്ചയായും അവർ കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയ്ക്കെതിരെ, അത് നിങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകളാകുന്നു. 24-ാമത്തെ സൂറത്ത് 11-ാമത്തെ ആയത്ത്. അള്ളാഹു എൻ്റെ നിഷ്കളങ്കത പ്രഖ്യാപിച്ചപ്പോൾ അബൂബക്കർ മിസ്താഹ് ബിൻ അസാസയ്ക്ക് ചെലവിന് കൊടുക്കാറുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് മാസത്തിലോ ആഴ്ചയിലോ എന്തെങ്കിലും ഒരു കണക്കിൽ സ്ഥിരമായി ആളുടെ മൊത്തം ചെലവ് നോക്കിയിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അയാൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവും ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആണ്, ഞാൻ ഇനി മിസ്താഹിന് ഒന്നും കൊടുക്കുകയില്ല, ഒരു സഹായവും ചെയ്യുകയില്ല, കാരണം അവനാണ് ഇതൊക്കെ ആയിഷയ്ക്കെതിരെ പറഞ്ഞുണ്ടാക്കിയത്. പക്ഷെ പിന്നീട് അള്ളാഹുവിൻ വിധി ഇറക്കി, അല്ലെങ്കിൽ വഹിയ ഇറക്കി, നിങ്ങളിൽ നിന്നുള്ള സമ്പത്തുള്ളവർ, അനുഗ്രഹീതരായവർ സത്യം ചെയ്യാതിരിക്കട്ടെ, അതായത് ആരെങ്കിലുമൊക്കെ സഹായിക്കുകയില്ല എന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യുകയില്ല എന്ന് ആയത്ത് തുടരുന്നു. ഭയങ്കരമായി പുറത്തു കൊടുക്കുന്നവനും ഭയങ്കര കരുണയുള്ളവനും ആകുന്നു. 24-ാമത്തെ സൂറത്ത് 22-ാമത്തെ ആയത്ത്. അതിനുശേഷം അബൂബക്കർ പറഞ്ഞു, അള്ളാഹു ആണേ, ഞാൻ അള്ളാഹു എനിക്ക് വേണ്ടി പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം മിസ്താഹിനെ സഹായിക്കാൻ തുടരുകയും ചെയ്തു, ആദ്യം ചെയ്തിരുന്നത് പോലെ തന്നെ. അപ്പോൾ ആദ്യം 100 രൂപയാണ് കൊടുത്തിരുന്നെങ്കിൽ ഇന്നും 100 തന്നെ. അപ്പോൾ പണ്ടുണ്ടായിരുന്നത് പോലെ, പഴയ പോലെ അദ്ദേഹത്തെ സഹായിക്കാൻ തുടങ്ങി. ഈ മനുഷ്യനാണ് ഇത് മുഴുവൻ പറഞ്ഞുണ്ടാക്കിയത്. പക്ഷേ ആൾ ബദറിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബദറിൽ പങ്കെടുത്തവർ എന്ത് ചെയ്താലും അവർക്ക് പിന്നീട് ശിക്ഷയില്ല എന്നും ഒക്കെ പറയുന്നുണ്ട്. പല സംഭവങ്ങളും അങ്ങനെയുണ്ട്. ബദറിൽ പങ്കെടുത്തവർ തെറ്റ് ചെയ്തിട്ട് അവർ ശിക്ഷിക്കാതെ വിട്ടിട്ടുണ്ട് റസൂൽ. ആയിഷ കൂട്ടിച്ചേർക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബിൻത് ജഹ്ഷിനോടും ചോദിച്ചു, അതായത് പ്രവാചകൻ്റെ ഭാര്യയാണ്, എന്നെപ്പറ്റി, അവളെപ്പറ്റി നീ എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്? അവർ മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി പറയുന്നതിൽ നിന്നും ഞാൻ വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവാണേ, എനിക്ക് ആയിഷയെപ്പറ്റി നന്മയല്ലാതെ മറ്റൊന്നും അറിയുകയില്ല. ആയിഷ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു, സൈനബ് എന്നോട് മത്സരിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു സൗന്ദര്യത്തിലും പ്രവാചകൻ്റെ സ്നേഹത്തിലും. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും സുന്ദരിയായ ഭാര്യ ചിലപ്പോൾ സൈനബ് ആയിരുന്നിരിക്കും. അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ മത്സര്യത്തിലുള്ള 2 പേരാണ്. എന്നിട്ടും കുറ്റമൊന്നും പറഞ്ഞില്ല, കാരണം അവരെല്ലാം നല്ല മനുഷ്യരാണ്, അങ്ങേറ്റത്തെ നല്ല മനുഷ്യർ. അപ്പോൾ അവിടെ ഒരു കുറ്റം പറഞ്ഞ അവസരം ഉണ്ടാക്കി അവിടെ ഒന്നാമനാവാൻ ശ്രമിച്ചില്ല അവർ. എന്നിട്ടും അവരെ അള്ളാഹു സംരക്ഷിച്ചു തെറ്റായ ഉദ്ദേശത്തിൽ നിന്നും, അതായത് എന്തെങ്കിലും തെറ്റ് പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് ഉണ്ടാക്കുന്നതിൽ നിന്നും അള്ളാഹു അവരെ സംരക്ഷിച്ചു. കാരണം അവർ ദൈവ ഭയമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഹദീസാണിത്. 5, 6, 7 പേജുണ്ട്. അല്ലാഹു അക്ബർ. കാരണം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കറുത്ത ചരിത്രമാണിത്. ആളുകൾ, അതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ചെലവിന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു പട്ടിണി പാവമായ ഒരു സഹാബി ആളുടെ മോളെ ആയിഷ റളിയല്ലാഹുവിനെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുകയും അത് വലിയ മദീനയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തു. നമുക്കത് മനസ്സിലാവണമെന്നില്ല. ഇന്നത്തെ രീതിയിലൊക്കെ പറഞ്ഞാൽ മന്ത്രി പത്നിയുടെ ലീലാവിലാസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇന്നിപ്പോൾ ഒരു വാർത്ത വന്നാൽ എന്തായിരിക്കും, അതുപോലെയാണ്. അന്ന് പേപ്പറും
TV ഒന്നും ഇല്ലെങ്കിലും ആളുകൾ കൂട്ടം കൂടിയിരുന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്നത്തെ പേപ്പറിനും വാട്സാപ്പിനും ഫേസ്ബുക്കിനും TV-ക്കും ഒക്കെ തുല്യമായ ഒരു അവസ്ഥയാണത്. കള്ളസാക്ഷ്യം പറയുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ലാ തജഅൽനാ മിൻഹും ആമീൻ. أن عائشة قالت كان رسول الله صلى الله عليه وسلم إذا أراد أن يخرج سفرا أقرأ بين أزواجه فأيتهن خرج سهمها أخرج بها معه فإقرأ بيننا في غزاة غزاها فخرج سمحي فخرجت معه بعدما أنزل الحجاب فأنا أحمل في حوضجي وأنزل فيه فسرنا حتى إذا فرغ رسول الله صلى الله عليه وسلم من غزوته تلك وقفل ودنونا من المدينة آذن ليلة بالرحيل فقمت حين آذنوا بالرحيل فمشيت حتى جاوزت الجيش فلما قضيت شأني أقبلت إلى الرحل فلمست صدري فإذا عقد لي من جذع أظفري قد انقطع فرجعت فالتمست عقدي فحبسني بطياؤه فأقبل الذين يرحلون لي فاحتملوا حوضجي فرحوله على بعير الذي كنت أركب وهم يحسبون أني فيه وكان النساء إذ ذلك حفافا لم يثقلن ولم يغشهن اللحم وإنما يأكلن العلقة من الطعام فلم يستنكر القوم حين رفعوه ثقل الهودج فاحتملوه وكنت جارية حديثة السن فبعثوا الجمل وساروا فوجدت عقدي بعدما استمر الجيش فجئت منزلهم وليس فيه أحد فأممت منزلي الذي كنت فيه فظننت أنهم سيفقدوني فيرجعون إلي فبين أنا جالسة غلبتني عيناي فنمت وكان صفوان بن معطل السلمي ثم الذكواني من وراء الجيش فأصبح عند منزلي فرأى سواد إنسان نائم فأتاني وكان يراني قبل الحجاب فاستيقظت باسترجاعه حين أناخ راحلته فوطئ يدها فركبتها فانطلق يقود بالراحلة حتى أتينا الجيش بعد ما نزلوا معرسين في نحر الظهيرة فهلك من هلك وكان الذي تولى الإفك عبد الله بن أبي بن سلول فقدمنا المدينة فاشتكيت بها شهرا والناس يفيضون من قول أصحاب الإفك ويريبني في وجعي أني لا أرى من النبي صلى الله عليه وسلم اللطف الذي كنت أرى منه حين أمرض إنما يدخل فيسلم ثم يقول كيف تيكم لا أشعر بشيء من ذلك حتى نكحت فخرجت أنا وعم مستح قبل المناصع متبرزنا لا نخرج إلا ليلا إلى ليل وذلك قبل أن نتخذ الكنوف قريبا من بيوتها وأمرنا أمر العرب الأولي في البرية أو في التنزو فأقبلت أنا وأم مصطح بنت أبي رحم نمشي فأشرت في موقفها فقالت تعس مصطح فقلت لها بئس ما قلت أتسبين رجلا شهدا بدرا فقالت يا هنطاح ألم تسمعي ما قالوا فأخبرتني بقول الإفك فزادته مرضا على مرضي فلما رجعت إلى بيتي دخل علي رسول الله صلى الله عليه وسلم فسلم فقال كيف تيكم فقلت إذن لي إلى أبوي قالت وأنا حينئذ أريد أن أستيقن الخبر من قبلهما فأذن لي رسول الله صلى الله عليه وسلم فأتيت أبوي فقلت لأمي ما يتحدث به الناس فقالت يا بنية خوني على نفسك الشأن فوالله لقلما كانت امرأة قط وضيئة عند رجل يحبها ولها ضرائر إلا أكثر عليها فقلت سبحان الله ولقد يتحدث الناس بها قالت فبت تلك الليلة حتى أصبحت لا يرقأ لي دمع ولا
أكتحل بنوم ثم أصبحت فدعا رسول الله صلى الله عليه وسلم علي بن أبي طالب وأسامة بن زيد حين استلبث الوحي استشيرهما في فراق أهله فأما أسامة فأشار عليه بالذي يعلم في نفسه ومن الود لهم فقال أسامة أهلك يا رسول الله ولا نعلم والله إلا خيرا وأما علي بن أبي طالب فقال يا رسول الله لم يضيق الله عليك والنساء سواها كثير وسل الجارية تصدق فدعا رسول الله صلى الله عليه وسلم بريرة فقال يا بريرة هل رأيت فيها شيئا يريبك فقالت بريرة لا والذي بعثك بالحق إن رأيت منها أمرا أغمسه عليها قط أكثر من أنها جارية حديثة السن تنام عن العجين فتأتي الداجن فتأكله فقام رسول الله صلى الله عليه وسلم من يومه فاستعذر من عبد الله بن أبي بن سلول فقال رسول الله صلى الله عليه وسلم من يعذرني من رجل بلغني أذاه في أهلي فوالله ما علمت على أهلي إلا خيرا وقد ذكروا رجلا ما علمت عليه إلا خيرا وما كان يدخل على أهلي إلا معي فقام سعد بن معاذ فقال يا رسول الله والله أنا أعذرك منه إن كان من الأوس ضربنا عنقه وإن كان من إخواننا من الخزرج أمرتنا ففعلنا فيه أمرك فقام سعد بن عبادة وهو سيد الخزرج وكان قبل ذلك رجلا صالحا كان احتملته الحمية فقال كذبت لأمر الله والله لا تقتلوا ولا تقدروا على ذلك فقام أسيد بن الخضير فقال كذبت لأمر الله والله لا نقتلن فإنك منافق تجادل عن المنافقين فثار الحيان الأوس والخزرج حتى خموا ورسول الله صلى الله عليه وسلم على المنبر فنزل فخفضهم حتى سكتوا وسكت وبكيت يومي لا يرقأ لي دمع ولا أقتحل بنوم فأصبح عندي أبوايا وقد بكيت ليلتي ويوما حتى أظن أن البكاء فالق كبدي قالت فبينما هما جالسان عندي وأنا أبكي إذا استأذنت امرأة من الأنصار فأذنت لها فجلست تبكي معي فبينا نحن كذلك إذ دخل رسول الله صلى الله عليه وسلم فجلس ولم يجلس عندي من يومي قيل في ما قيل قبلها وقد مكث شهرا لا يوحى إليه في شأن شيء قالت فتشهد ثم قال يا عائشة فإنه بلغني عنك كذا وكذا فإن كنت بريئة فسيبرئك الله فإن كنت الممت بذنبي فاستغفر الله وتوبي إليه فإن العبد إذا اعترف بذنبه ثم تاب الله عليه فلما قضى رسول الله صلى الله عليه وسلم مقالته قال دمعي حتى ما أحس منه قطرة وقلت لأبي أجب عني رسول الله صلى الله عليه وسلم قال والله ما أدري ما أقول لرسول الله صلى الله عليه وسلم فقلت لأمي أجيبي عني رسول الله صلى الله عليه وسلم فيما قالت والله ما أدري ما أقول لرسول الله صلى الله عليه وسلم قالت وأنا جارية حديثة السن لا أقرأ كثيرا من القرآن فقلت إني والله لقد علمت أنكم سمعتم ما يتحدث به الناس ووقر في أنفسكم وصدقتم به لئن قلت لكم إني بريئة والله يعلم أني لبريئة لا تصدقونني بذلك ولا إن اعترفت لكم بأمري والله يعلم أني بريئة لا تصدقوني والله ما أجد لي ولكم مثلا إلا أبا يوسف إذ قال فصبر جميل والله المستعان على ما تصفون. യൂസുഫ് 18.
ثم تحولت على فراشي وأنا أرجو أن يبرئني الله ولكن والله ما ظننت أن ينزل في شأني وحيا ولأنا أحقر في نفسي من أن يتكلم بالقرآن في أمري ولكني كنت أرجو أن يرى رسول الله صلى الله عليه وسلم في النوم رؤيا تبرئني فوالله ما رام مجلسه ولا خرج أحد من أهل البيت حتى أنزل عليه الوحي فأخذه ما كان يأخذه من البرحاء حتى إنه لا يتحدر منه مثل الجمان من العرق في يوم شات فلما سري عن رسول الله صلى الله عليه وسلم وهو يضحك فكان أول كلمة تكلم بها أن قال لي يا عائشة احمدي الله فقد برأك الله. قالت لي أمي قومي إلى رسول الله صلى الله عليه وسلم فقلت لا والله لا أقوم إليه ولا أحمد إلى الله فأنزل الله تعالى إن الذين جاءوا بالإفك عصبة منكم الآيات. فلما أنزل الله هذا في براءتي قال أبو بكر الصديق رضي الله عنه وكان ينفق على المصطح ابن مثاثة لقرابته منه والله لا أنفق على مصطح بشيء أبدا بعد ما قال لعائشة فأنزل الله تعالى ولا يأتلي أولو الفضل منكم والسعة أن يؤتوا إلى قوله غفور رحيم. فقال أبو بكر الصديق بلى والله إني لا أحب أن يغفر الله لي فرجع إلى المصطح الذي كان يجري عليه وكان رسول الله صلى الله عليه وسلم سأل زينب بنت جحش عن أمري فقال يا زينب ما علمت ما رأيت فقالت يا رسول الله أحمي سمعي وبصري والله ما علمت عليها إلا خيرا. قالت وهي التي كانت تسامني فأسمها الله بالوراء. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.